ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നാണ് പണിമുടക്ക് ആരംഭിച്ചത്? ഈ ലോകത്തിൽ എന്നാണ് ആദ്യമായിട്ട് പണിമുടക്കുണ്ടായത്? ഇന്ത്യയിൽ എന്നാണ് പണിമുടക്കുണ്ടായത്? കേരളത്തിൽ എന്നാണ് പണിമുടക്കുണ്ടായത്? അതിനെപ്പറ്റിയാണ് ഈ പണിമുടക്ക് ദിവസം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ അറിയണം ചരിത്രങ്ങളൊക്കെ അറിയാനുള്ളതാണ്. എങ്കിലല്ലേ നമുക്ക് മറ്റുള്ളവരോടും ഷെയർ ചെയ്യാനാവൂ. നമ്മൾക്കറിയാം ആദ്യമായി പണിമുടക്ക് നടന്നത്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ പണിമുടക്ക് നടന്നത് ക്രിസ്തുവിന് മുമ്പാണ്. BC 1252. അതും പുരാതന ഈജിപ്തിലാണ്. റയർ അൽ മദീനയിലെ രാജകീയ ശ്മശാനത്തിൽ നിർമ്മാണം നടക്കുകയായിരുന്നു. അതിലേർപ്പെട്ടിരുന്ന തൊഴിലാളികൾക്ക് ഭക്ഷണത്തിനും മറ്റ് സൗകര്യങ്ങൾക്കും വേണ്ടിയാണ് അവർ സമരം ചെയ്തത്. ഫറവോ റാമേസ് മൂന്നാമനെതിരെയാണ് ആ സമരം നടത്തിയത്. ആ സമരം വിജയിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പണിമുടക്ക് എപ്പോഴായിരിക്കും നടന്നത് എന്നായിരിക്കും? അതോടെ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി പണിമുടക്ക് നയിച്ചത് സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയാണ്. ഒരു മലയാളിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പണിമുടക്ക് ആരംഭിച്ചത് എന്ന് നമ്മൾ അറിയുക. അതെന്നാണ്? 1898-ലും 99-നും ഇടയ്ക്കാണ്. ആ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിലെ അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചതിനെതിരെ, ജന്മിമാരുടെ മർദ്ദന മുറകൾക്കെതിരെ ബാലരാമപുരം, കഴക്കൂട്ടം തുടങ്ങിയ മേഖലകളിലായിരുന്നു ഈ ചരിത്രപരമായ പണിമുടക്ക് നടന്നത്. 1982 ജനുവരി 19-നാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പണിമുടക്ക് നടന്നത് എന്നുകൂടി അറിയണം. ആ കാലം മുതൽ ഇന്ന് വരെ 22ഓളം പൊതു പണിമുടക്കുകളാണ് നടന്നത്. ഇത് തുടർച്ചയായി ഓരോ വർഷങ്ങളും അല്ല, ഈ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഓരോ പ്രാവശ്യവും ഓരോ മാസം ഇടവിട്ടും ഹർത്താലുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ തന്നെയും പൊതുപണിമുടക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലാകമാനമാണ്. അത് 1 വർഷം മുതൽ 9 വർഷം വരെ ഇടവേള പോലും ഉണ്ടായിട്ടുണ്ട്. 1934-ലാണ് കേരളത്തിൽ ആദ്യമായി തൊഴിലാളികളുടെ പണിമുടക്ക് നടന്നത്. അതും എംപയർ കെയർ വർക്ക്സ് എന്ന ആലപ്പുഴയിലുള്ള ഒരു സ്ഥാപനത്തിലാണ്. ആ സ്ഥാപന ഉടമയ്ക്ക് ഒരു വർഷത്തിലുണ്ടായ നഷ്ടം അല്ലെങ്കിൽ കുറവ് നികത്താൻ വേണ്ടിയിട്ട് തൊഴിലാളികളുടെ കൂലി വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് അവിടുത്തെ എല്ലാ ഫാക്ടറികളിലെയും തൊഴിലാളികൾ പങ്കെടുത്തുകൊണ്ട് ഒരു പണിമുടക്ക് നടത്തിയത്. പണിമുടക്ക് എന്നാൽ എന്താണെന്ന് നോക്കാം. ഒരു നഗരത്തിലോ സംസ്ഥാനത്തോ രാജ്യത്തുടനീളമോ വിവിധ വ്യവസായ മേഖലകളിലെയും ഓഫീസുകളിലെയും തൊഴിലാളികൾ ഒത്തുചേർന്ന് നടത്തുന്ന ബൃഹത്തായ സമരമാണ് പൊതുപണിമുടക്ക്. അതിന് സാമ്പത്തികമോ രാഷ്ട്രീയമോ ആയ ആവശ്യങ്ങൾ ഉന്നയിച്ചും സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായും തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുവാനാണ് ഓരോ പണിമുടക്കുകൾ നടത്തുന്നതെന്നറിയാം. ഇന്നത്തെ പണിമുടക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് 10 കേന്ദ്ര തൊഴിലാളി സംഘടനകൾ, ദേശീയ തൊഴിലാളി ഫെഡറേഷനുകൾ എന്നിവ ചേർന്ന് ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കാണ് ഇന്നലെ, അതായത് ബുധനാഴ്ച രാത്രി മുതൽ ഇന്ന് രാത്രി 12 വരെയുള്ള 24 മണിക്കൂറത്തെ പണിമുടക്ക്. അതേ കാരണമോ? തൊഴിൽ കോഡുകൾ പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുതി വിത്ത് ഭേദഗതി ബില്ലുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളാണ്. ഇപ്പോൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാകും. ഇപ്പോൾ പല വിഭാഗങ്ങളും അവരോടൊപ്പം, ഇപ്പോൾ ഒരു ആനകൾ സമരം നടത്തുമ്പോൾ ഉറുമ്പുകളും ചേരും ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന്, മൃഗങ്ങൾക്ക് വേണ്ടി എന്ന് അവർ ചിന്തിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മളുടെ സമരങ്ങളിൽ പലതും. തങ്ങൾക്ക് വേണ്ടി എന്ന രീതിയിൽ പലരും തന്നെ അവരോട് കൂടാറുണ്ട്. എന്നാൽ അതിൻ്റെ യഥാർത്ഥത്തിൽ ഏതാണ് അതിൻ്റെ ആവശ്യം എന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. ഈ ബന്ധുകൾ, ഹർത്താലുകൾ സന്തോഷത്തിൻ്റെതാണ്, ആഘോഷത്തിൻ്റെതാണ്. വല്ലവടിയും അതുപോലെ പല പല പരിപാടിയായിട്ട് പോകുന്നവരുണ്ട്. എന്നാൽ വീട്ടിൽ കുത്തിയിരുന്ന് സിനിമ കാണുന്നവരുണ്ട്. എന്നാൽ ആ സമയം പള്ളിയിൽ പോകുന്നവരുണ്ട്. ആ സമയം പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്നവരുണ്ട്. ആ സമയം അമ്പലങ്ങളിൽ പോകാൻ ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി വ്യത്യസ്തമായ രീതിയിലാണ് ഓരോരുത്തരെയും കാഴ്ചപ്പാട്. ബന്ദിനെ പറ്റിയും ഹർത്താലിനെ പറ്റിയും നമ്മുടെ കാഴ്ചപ്പാടും അതുപോലെ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് ബന്ദിനെ പറ്റി, ഹർത്താലിനെ പറ്റിയെന്ന്. ഒരു നല്ലൊരു ദിവസം, ഈ ബന്ധു ദിവസം
ഈ പൊതുപണിമുടക്ക് ദിവസം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ, അടിച്ചു പൊളിക്കൂ എന്ന ആഹ്വാനം ചെയ്യുകയാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഒരിക്കലും അത് അക്രമാസക്തമാകരുത്, ആരെയും ഉപദ്രവിക്കരുത്, ആരുടെയും വഴി തടസ്സപ്പെടുത്തരുത്, ആരുടെയും തൊഴിലുകളും നഷ്ടപ്പെടുത്തരുത്, ജീവനും നഷ്ടപ്പെടുത്തരുത്. എല്ലാം വിലയേറിയത് തന്നെയാണ്. നമ്മുടെ പോലെ തന്നെയാണ് മറ്റുള്ളവരുടേതും എന്ന് കരുതുക. എൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത് പോലെയാണ് മറ്റുള്ള അവരുടെ, അതായത് നമ്മുടെ സഹോദരൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുക എന്നറിയുക. ആരെയും ആക്രമിക്കാതിരിക്കുക. 1982 10ഓളം പേര് മരിച്ചെന്ന് പറഞ്ഞു. അതുപോലെ ഓരോ ഹർത്താലിനും ഓരോ പണിമുടക്കിനും ഇതുപോലെ മരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.